തുടർച്ചയായ 4-ാം ദിവസവും കുടിവെള്ളം കിട്ടാതായതോടെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ നേരിടുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. തിരുവനന്തപുരം കുര്യാത്തിയിൽ ക്ഷേത്രക്കിണറ്റിൽ നിന്നുവരെ വെള്ളം ശേഖരിച്ച് വീടുകളിൽ എത്തിക്കുകയാണ് സന്നദ്ധ സംഘടനകൾ. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണക്കാട് ശ്രീ മുത്താരിമമ്മൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഇവിടെ മാത്രമാണ് ഒരു കിണറുള്ളത്. ഈ കിണറിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഇവിടുത്തെ ഒരുപാട് വീടുകളിലേക്ക് ഇവിടുത്തെ ആളുകൾ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയധികം ദയനീയമായ അവസ്ഥയിലാണ്. കാരണം പല സ്ഥലങ്ങളിലും പൊതു ടാപ്പ് മാത്രമാണുള്ളത്. ഈ പൊതു ടാപ്പിൽ നിന്ന് വളരെ നൂല് പോലെ മാത്രം നേർത്ത രീതിയിലാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ ക്യൂ നിന്നാൽ പോലും മണിക്കൂറുകൾ നിന്നാൽ മാത്രമേ ഒരു കുടം വെള്ളം പല വീട്ടുകാർക്കും കിട്ടുകയുള്ളൂ. ഇത് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പോലും തികയാത്ത ഒരവസ്ഥയാണ് ഈ ഭാഗത്തുള്ളത്. ഈ മണക്കാട്, ആറ്റുകാൽ, കുര്യാത്തി ഈ ഭാഗത്തൊക്കെ ഉള്ളത് ആയിരക്കണക്കിന് വീട്ടുകാരാണ് ഈ കുടിവെള്ള പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാരി ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടുന്ന് തന്നെയാണോ വെള്ളം കൊണ്ടുപോകുന്നത്? മിക്കവാറും ദിവസം ആളുകൾ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. ഇവിടെ ബുദ്ധിമുട്ട് വീടുകളിലെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. ചില ദിവസങ്ങളിൽ കാണും, കുറച്ച് ദിവസം പിന്നെ വിട്ടെന്ന് വരും. ഇപ്പോഴാണ് കൂടുതലായിട്ട്. അപ്പോൾ ഈ കിണറിൽ നിന്ന് ഈ പൈപ്പ് വഴി, മോട്ടോർ ഉപയോഗിച്ച് ഈ പൈപ്പ് വഴി ഈ ടാങ്കറുകളിൽ വെള്ളം ശേഖരിച്ച് ഈ പരിസരത്തെ വീടുകളിൽ അത് ആവശ്യാനുസരണം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ ഇതാണ് രീതി. ഈ ടാങ്കിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് വീട്ടുകാർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, നിങ്ങൾ ഇപ്പം ഇത് ഏതൊക്കെ ഭാഗത്തേക്കാണ് ഈ ടാങ്കറിൽ ഈ വെള്ളം കൊണ്ടുപോകുന്നത്? കരിവിള, റൊട്ടിക്കട വഴി താഴെ കൂടെ വന്ന് നമ്മുടെ കുര്യാത്തി സ്കൂൾ വഴി MSK നഗർ ആ പരിസരങ്ങൾ. ഇതിപ്പോൾ എത്ര വീടുകളിലേക്ക് കൊടുക്കാനായിട്ട് തികയും വരും? 2500 ടാങ്കിൻ്റെയാണ്. ഒരു 5-10 ട്രിപ്പ് അടിക്കാനുള്ള ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നേരത്തെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. വേറെ ഈ ടാപ്പിലൊക്കെ വെള്ളം വളരെ ഫോഴ്സ് കുറവായതുകൊണ്ടാണ് ഇപ്പം ഈ അതെ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 4 ദിവസമായി. ഇപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ട് കൂടി വരുന്നതുകൊണ്ട് സേവാഭാരതി ആ സംവിധാനം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. സേവാഭാരതി ഇവിടുത്തെ കുറച്ച് വീടുകളിലെങ്കിലും വെള്ളം എത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നു. അത് ഈ ക്ഷേത്രത്തിനകത്തെ കിണറിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വീടുകളിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് ഈ മണക്കാട്, ഈ ആറ്റുകാൽ ഭാഗത്ത് ഇവിടെയാണ് ഒരു പൊതു ടാപ്പ് ഉള്ളത്. ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച ആളുകൾ പല വീടുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ചില നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. ചേട്ടാ, എത്ര ദിവസമായി വീട്ടിൽ വെള്ളം കിട്ടിയിട്ട്? വീട്ടിലൊക്കെ വെള്ളം കിട്ടിയിട്ട് 2-ാം തീയതി വെള്ളമില്ല. ഇതിനിടയ്ക്ക് 4-ാം തീയതി ഒരു ദിവസം കിട്ടിയില്ല, പിന്നെ കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ 2 മണിക്കൊക്കെയാണ് ആൾക്കാർ വെള്ളം എടുത്തുകൊണ്ടത്. ഇന്ന് വെളുപ്പാങ്കാലത്തും അങ്ങനെ തന്നെ 2 മണിക്ക് വരെ ഉണ്ടായിരുന്നു. ഓട്ടോയിലും മറ്റുള്ള ബൈക്കുകളിലൊക്കെ വന്നെടുത്തിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും എടുത്തിട്ട് പോകുന്നല്ലേ? ഒരു ജോലിക്കാർ തന്നെ വന്ന് എടുത്തിട്ട് പോകുന്നത്. കുടിക്കാനുള്ള വെള്ളം കടയിൽ നിന്ന് കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ച് കുടിക്കാം. ആസ്തി ഉള്ളവർ വാങ്ങും, പൈസ ഉള്ളവർ വാങ്ങും. അല്ലാത്തവർ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് വരുമെന്ന്, ഇപ്പോൾ ഇന്ന് പറയുന്നത് ഇന്ന് 3 മണിക്ക് വരുമെന്ന് പറയുന്നത്. വന്നെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥ. ഈ മേഖലകളിലെ പൊതു അവസ്ഥ ഇതാണ്. ആളുകൾ പൊതു ടാപ്പിനെ ആശ്രയിക്കുന്നു. പക്ഷേ പൊതു ടാപ്പുകളിൽ പലപ്പോഴും വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് മണിക്കൂറുകൾ അതിന് മുന്നിൽ കുടവുമായി പാത്രവുമായി ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നു. പ്രധാനമായും ഈ ശൗചാലയം അടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കാണ് ഏറെ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. കുളിക്കുന്നതൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. ആളുകൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുളിക്കാതെ ആളുകൾ ഇരിക്കുകയാണ്. ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, കുട്ടികളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ സർവ്വ രീതിയിലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എത്തിയിരിക്കുന്നത്. കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെ പണി മാത്രം എങ്ങും എത്തിയിട്ടില്ല. എന്തായാലും ആളുകൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാളെയെങ്കിലും ഇത് ശരിയാകുമെന്ന് ഉള്ളതുകൊണ്ട്.